കുറ്റവാളികളെ പരസ്യമായിട്ട് തലവെട്ടിക്കൊന്നിരുന്ന ഒരു ചത്തുരത്തിൽ നിൽക്കുകയായിരുന്നു നമ്മൾ. സൗദി അറേബ്യയിലെ റിയാദിലുള്ള ധീര സ്ക്വയറിൽ. അവിടെ ഒരു കാലത്ത് പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയിരുന്നു. ഇന്ന് അത്തരത്തിൽ പരസ്യമായി വധശിക്ഷ നടപ്പാക്കുന്നില്ല. ഇനി അവിടെ നിന്ന് യാത്ര തുടരണം. എൻ്റെ കൂടെ നൗഷാദ് എന്ന് പറയുന്ന ഒരു മലയാളിയുണ്ട്. അദ്ദേഹത്തിനൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങളിനി ഈ നഗരത്തിൻ്റെ പുറത്തേക്കൊന്ന് പോകാൻ തീരുമാനിച്ചു. ഈ ധീര ഏരിയ വളരെ പുരാതനമായൊരു സ്ഥലമാണ്. അവിടുത്തെ പഴയൊരു കോട്ടയും അവിടുത്തെ പഴയ ജനവാസ കേന്ദ്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഈ ജനവാസ കേന്ദ്രങ്ങളൊക്കെ മണ്ണുകൊണ്ട് പണിതതാണ്. മണ്ണുകൊണ്ടുള്ള വീടുകൾ, മണ്ണുകൊണ്ടുള്ള ചുവരുകൾ, മേൽക്കൂരയിൽ പോലും ഈന്തപ്പനയുടെ തണ്ടുകൾ നിരത്തി അതിൻ്റെ മുകളിൽ മണ്ണ് നിരത്തി മേൽക്കൂര പണിത കെട്ടിടങ്ങൾ. അതിൻ്റെ ഇടയിലൂടെയെല്ലാം ആ തെരുവുകളിലൂടെയെല്ലാം കുറേ നേരം നൗഷാദ് വണ്ടി ഓടിച്ചു എനിക്ക് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ ഇറങ്ങി നിന്നും കാറിലിരുന്നും ഒക്കെ ചിത്രീകരിച്ചു. സൗദി അറേബ്യയുടെ ഇങ്ങനെയൊരു പുരാതനമായ പ്രദേശം, പുരാതനമായൊരു ചരിത്രം പേറുന്നൊരു സ്ഥലം ഉണ്ടെന്നുള്ളത് അധികം ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിത്രീകരണം അനുവദിക്കുമോ എന്നുള്ള ഭയത്തോടെയാണ്. വലിയ ഭയം ഉണ്ടായിരുന്നു. അവിടെ ജീവിച്ചിരുന്ന ആളുകൾ ചിലപ്പോൾ ആ നാട്ടിലെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടാവാം, വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ ചെല്ലുന്നത് അങ്ങനെയല്ല. ഞാനൊരു ടെലിവിഷൻ ചാനലിൻ്റെ പ്രതിനിധിയായിട്ടാണ് പോകുന്നത്. ഞാനൊരു ടെലിവിഷൻ പരിപാടി നിർമ്മിക്കുന്ന ആളായിട്ടാണ് പോകുന്നത്. ഒരു മാധ്യമപ്രവർത്തകനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ ക്യാമറയുമായിട്ട് ചെല്ലുന്ന മാധ്യമപ്രവർത്തകരോട് ആ നാട്ടുകാർ ആ പ്രദേശത്തൂടെ ചുറ്റി നടന്ന് ഫോട്ടോ എടുക്കുന്നത് പോലെയോ വീഡിയോ എടുക്കുന്നത് പോലെയോ അല്ല കാണുക. അതാണ് വ്യത്യാസം. ചില ആളുകൾക്ക് സംശയം തോന്നാം, ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് സൗദി അറേബ്യയുടെ ഉൾനാടുകളിൽ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഒരു കുഴപ്പമില്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഒരു വിദേശ മാധ്യമത്തെ അവരുടെ ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എല്ലാ കാഴ്ചകളും പകർത്തിയെടുക്കാൻ അനുവദിക്കുന്ന സമയമായിരുന്നില്ല അതുവരെ. 2018-19 ശേഷം അതിന് മാറ്റം വന്നു. കോവിഡിന് ശേഷം ടൂറിസത്തെ വലിയ തോതിലുള്ള ഒരു സാധ്യതയായിട്ട് സൗദി ഗവൺമെൻറ്, അവിടുത്തെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം വലിയ ദീർഘദർശിത്വമുള്ള വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് ഈ മാറ്റങ്ങൾക്കെല്ലാം അവിടെ തുടക്കമായത്. ആ കാലഘട്ടത്തിലെ ആദ്യത്തെ ഒരു വിദേശ മാധ്യമപ്രവർത്തകനായി, പ്രത്യേകിച്ച് ട്രാവൽ മീഡിയയിലെ ഒരു വിദേശ മാധ്യമപ്രവർത്തകനായിട്ടാണ് ഞാൻ അവിടെ ചെന്ന് ഈ ഉൾനാടുകളിലൂടെ എല്ലാം സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഇവരുടെ ഏറ്റവും പുരാതനമായൊരു ഭരണകേന്ദ്രത്തിലേക്കാണ്, ദിരിയ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക്. ഈ ദിരിയയിലായിരുന്നു സൗദ് രാജവംശം അധികാരം ആരംഭിച്ചത്. അവരുടെ ആസ്ഥാനം അവിടെയായിരുന്നു. ഇന്ന് സൗദി അറേബ്യ ഭരിക്കുന്ന സൗദ് രാജവംശത്തിൻ്റെ ഒരു കാലത്തെ ആസ്ഥാനം അവിടെയായിരുന്നു. അവിടെ നിന്നാണ് അവർ സൗദി അറേബ്യയുടെ അധികാരത്തിലേക്ക് വളർന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണാധികാരികൾക്കും വളരെ വൈകാരികമായ വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് 500-600 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നഗരത്തിൻ്റെ അവശേഷിപ്പുകളുള്ളത്. അതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. റിയാദിൽ വരുന്ന ഒരാൾ ഈ ദിരിയ കണ്ടേ പറ്റൂ. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ കുറേ ദൂരം പോകണം. പോകുമ്പോൾ നഗരത്തിൻ്റെ പുതിയ ഭാഗങ്ങളൊക്കെ പിന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ദിരിയയിലേക്ക് ഞാൻ പോകുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കഥയാകെ മാറി. അവിടെ മുഴുവൻ വലിയ ഫ്ലെക്സ് അടിച്ച് റോഡിൻ്റെ 2 വശവും മറച്ച് കെട്ടിയിരിക്കുക. ആ പ്രദേശം നിരവധി ഏക്കർ, 100 കണക്കിന് 1000 ഏക്കർ പ്രദേശത്ത് എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. ഈ മറച്ചു കെട്ടിയ ഫ്ലെക്സിലാകെ ഗംഭീരമായ ചിത്രങ്ങളാണ്, ദൃശ്യങ്ങളാണ്. അതായത് ഏറ്റവും ആധുനികമായ വരുന്ന കാലത്തേക്ക് വേണ്ടിയുള്ള ഹിസ്റ്റോറിക് എൻ്റർടൈൻമെൻറ്റ് കൾച്ചറൽ ഒരു സെൻറ്ററിൻ്റെ നിർമ്മാണം നടക്കുക. വിഷൻ 2030 എന്ന് പറയുന്ന MBSൻ്റെ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന അടുത്ത രാജാവാകേണ്ട ആ ഭരണാധികാരിയുടെ വിഷനിലുള്ള ഒരു വമ്പൻ പ്രോജക്റ്റ് അവിടെ നടക്കുകയാണ്. ആ പുരാതനമായ നഗരഭാഗങ്ങളെയൊക്കെ പുരാതനമായിട്ട് കുറേയും കൂടെ നവീകരിച്ചെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന കൊട്ടാരക്കെട്ടുകളെയൊക്കെ ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടെ തേച്ച് മിനുക്കിയെടുക്കുകയും എന്നാൽ എൻ്റർടൈൻമെൻറ്റിൻ്റെയും ഷോപ്പിങ്ങിൻ്റെയും ഭക്ഷണ വൈവിധ്യങ്ങളുടെയും 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടൽ കോംപ്ലക്സുകളുടെയും എല്ലാം ചേർന്ന ലോകത്തെ ഏറ്റവും അധികം ആളുകളെത്താൻ സാധ്യതയുള്ളൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി അതിനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിഗംഭീരമായൊരു പ്രോജക്റ്റാണ്. പ്രോജക്റ്റ് അതിഗംഭീരം തന്നെയാണ്. പക്ഷേ കുഴപ്പം, എനിക്ക് അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരിടത്തേക്കും കയറ്റിവിടില്ല. മെയിൻ റോഡിൽ കൂടെ കുറേ ദൂരം ഓടി, പല വഴികളിലൂടെ തിരിഞ്ഞോടി, അവിടെ പണി നടക്കുന്നിടത്ത് വേലി കെട്ടി തിരിച്ചിടത്തൊക്കെ ചെന്ന് വണ്ടി നിർത്തി ഞങ്ങൾക്ക് അകത്തുനിന്ന് കയറാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, പഴയ നഗരം കാണാൻ പറ്റുമോ എന്നൊക്കെ നൗഷാദ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുക, അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞു.
ഈ വഴിയോരത്തുള്ള ഈ ഫ്ലെക്സ് ബോർഡുകളുണ്ടല്ലോ, അതായത് ഈ പണി നടക്കുന്ന സൈറ്റിനെ മറയ്ക്കുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ വരാനിരിക്കുന്ന ആ സിറ്റിയുടെ ഗാംഭീര്യം വളരെ ഗംഭീരമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സൗദി അറേബ്യ പഴയ സൗദി അറേബ്യ ഒന്നുമല്ല. ഇനി വരാൻ പോകുന്ന കാലത്ത് 2030 ശേഷമുള്ള ഒരു സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ദുബായി ഒക്കെ കാണുന്നതിനേക്കാൾ മികച്ച ഗംഭീരമായ സൗകര്യങ്ങളോടെ ഗംഭീരമായി അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളും സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് തയ്യാറാകുന്ന ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് നമുക്ക് മനസ്സിലാവും. ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ തിരിച്ചു പോകാം എന്ന് തീരുമാനിച്ച് ഇങ്ങനെ പോരുമ്പോൾ ഒരു ഭാഗത്ത് ഫ്ലക്സൊക്കെ മാറ്റിയിട്ട് വണ്ടികൾ അകത്തേക്ക് പോകുന്നൊരു സ്ഥലം കണ്ടു. ഞാൻ നൗഷാദിനോട് പറഞ്ഞു നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കിയാലോ. നൗഷാദ് അങ്ങോട്ട് വണ്ടി വിട്ടു. നൗഷാദിന് അത്രയും കാര്യത്തിലൊക്കെ ഒരു ധൈര്യമുണ്ട്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടെ പണി പൂർത്തിയായ കുറേ കെട്ടിടങ്ങളാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തി. ഞാൻ ഇറങ്ങി ക്യാമറയായിട്ട് അങ്ങ് നടക്കുമ്പോൾ ഒരു കുന്നിൻ്റെ വക്കിലേക്കാണ് ചെല്ലുന്നത്. അതിൻ്റെ താഴ്വാരത്ത് ആ പുരാതനമായ ദിരിയ പ്രദേശത്തിൻ്റെ ആ പഴയ കെട്ടിടങ്ങളും മൺകെട്ടിടങ്ങളൊക്കെ കുറേ ഭാഗം നവീകരിച്ച് കഴിഞ്ഞു. അവിടെ ഒരു പെർഫോമൻസ് തിയേറ്റർ, കൾച്ചറൽ സെൻറ്റർ, അതുപോലെ തന്നെ ഈ നവീകരിക്കപ്പെട്ട കെട്ടിട കോംപ്ലക്സുകൾ ഇതെല്ലാം ഇപ്പോൾ അവിടെ കാണാം. അതിനകത്തൂടെ ജോലിക്കാർ അങ്ങും പോകാൻ വേണ്ടി ഇലക്ട്രിക് ബഗ്ഗികൾ ഉപയോഗിക്കുന്നത് കാണാം. സൂപ്പർവൈസർമാർ അങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ദിരിയ പ്രദേശം എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു സൂചന മാത്രം എനിക്ക് അവിടെ നിന്ന് കിട്ടി. തിരിച്ച് വീണ്ടും നഗരത്തിലേക്ക് വരണം, റിയാദ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് വരണം. അങ്ങനെ ഞങ്ങൾ വണ്ടിയായിട്ട് തിരിച്ചു പോന്നു. ഈ തിരിച്ചു പോരുമ്പോൾ രസകരമായ ചില കാഴ്ചകളും ചില സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെ നൗഷാദും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ നൗഷാദ് കിളിമാനൂരുകാരനാണ്. അദ്ദേഹം ഒരു 30 വർഷമായിട്ട്, ഇപ്പോൾ ഒരു 32-33 വർഷമായിട്ടുണ്ടാവണം അവിടെ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ 80കളിലെ അല്ലെ 90കളിലെ 2000 ആണ്ടിലെ 2010 ശേഷം അല്ലെങ്കിൽ 2020 ശേഷം ഒക്കെയുള്ള ഈ മാറ്റങ്ങൾ നൗഷാദ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ആ മാറ്റങ്ങളുടെ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. കൂടാതെ ഒരു കാലഘട്ടത്തിൽ പ്രവാസികൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ അനുഭവിച്ചിരുന്ന ഏകാന്തത, അവരനുഭവിച്ചിരുന്ന ഒറ്റപ്പെടൽ, ഇതിൻ്റെയൊക്കെ കഥകളാണ് പറഞ്ഞത്. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണില്ല. നമുക്ക് ലൈവ് വീഡിയോയിലൂടെ നമ്മുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാലമല്ല. വല്ലപ്പോഴും വരുന്നൊരു കത്ത്, ആഴ്ച 1-2 ആഴ്ച കൂടുമ്പോൾ വരുന്നൊരു കത്ത്, അതിന് മറുപടി അയച്ചാൽ 2-3 ആഴ്ചയ്ക്ക് ശേഷം നാട്ടിലെത്തും. വീണ്ടും അതിനൊരു മറുപടി കിട്ടണമെങ്കിൽ വീണ്ടും 2-3 ആഴ്ച കഴിയണം. ഭാര്യയെ, മക്കളെ, മാതാപിതാക്കളെ, ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ച് 4-5 വർഷം കൂടുമ്പം മാത്രം നാട്ടിൽ വന്നിരുന്ന നിരവധി ആളുകൾ. എല്ലാം കുടുംബത്തിന് വേണ്ടി, കുടുംബം സുരക്ഷിതമായി, കുടുംബം സന്തോഷത്തോടെ, കുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടി ജീവിതത്തിൽ കൂടുതൽ വളർച്ച ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയോടെ ഒരു ജീവിതകാലം മുഴുവൻ, ഒരായുസ് മുഴുവൻ ഹോമിച്ച ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് നൗഷാദ് ഈ കഥകളെല്ലാം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തും കൂടെ നമുക്കിന്ന് വൈകിട്ട് പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓടി അങ്ങ് പോകുമ്പോൾ ഒരു ഭാഗത്ത് വലിയൊരു മതിൽക്കെട്ടും അതിനകത്ത് ഗംഭീരമായ കുറേ കെട്ടിട കോംപ്ലക്സുകളും. അപ്പോൾ നൗഷാദ് പറഞ്ഞു ഇതാണ് ഇവിടുത്തെ റിട്സ് കാൾട്ടൺ ഹോട്ടൽ. റിട്സ് കാൾട്ടൺ ഒരു സ്റ്റാർ ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടലാണ്. 5 സ്റ്റാറിൻ്റെ മുകളിലൊരു സ്റ്റാർ ഉണ്ടെങ്കിൽ അതാണ്. ഗംഭീര ഹോട്ടൽ കോംപ്ലക്സാണ്. പക്ഷേ ഈ റിട്സ് കാൾട്ടണ് ഒരു കഥയുണ്ട്. നൗഷാദ് അതിൻ്റെ ഒരു സൂചന തന്നു. വാർത്തകളിൽ നിറഞ്ഞിരുന്നു 2017 രാജകുടുംബാംഗങ്ങളടക്കമുള്ള മന്ത്രിമാരും ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ നിയന്ത്രണം വഹിച്ചിരുന്നവരുമായ ഏതാണ്ട് 300ഓളം ആളുകളെ 3 മാസത്തോളം തടവിൽ പാർപ്പിച്ചിരുന്ന ഹോട്ടലാണിത്. 2017 ആ വലിയ സംഭവം അരങ്ങേറിയത്. സൗദി അറേബ്യയുടെ ട്രാൻസിഷൻ്റെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. അക്കാലത്തല്ല എക്കാലത്തും ഇത്തരം രാജകുടുംബങ്ങളിൽ, ഭരണ സംവിധാനത്തിൻ്റെ ഉള്ളിൽ ഒക്കെ നമ്മൾ പുറത്തറിയാത്ത ഒത്തിരി സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്, ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്, ആശയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ട്. ഭരിക്കുന്നത് ഒരാളായിരിക്കാം, ഭരണാധികാരി എന്ന് പേര് കേൾക്കുന്ന നമ്മൾ ഒരാളുടേതായിരിക്കാം. പക്ഷേ അവരുടെ സഹോദരങ്ങളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, കസിൻസ് ഉണ്ട്, മക്കളുണ്ട്, പലരുടെയും മാതാപിതാക്കളുണ്ട്. ഇവരൊക്കെ തമ്മിൽ വലിയ ആശയ സംഘട്ടനങ്ങളുണ്ടാകുക സ്വാഭാവികമാണ്. അങ്ങനെ അടുത്ത ഭരണാധികാരി ആരുടെ കൈകളിലേക്ക് ഭരണമെത്തും, ആരായിരിക്കും അടുത്ത സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയായി മാറുക എന്നൊക്കെ സന്ദേഹമുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിന് വെല്ലുവിളികൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇടക്കാലത്ത്. അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടായത് ഈ 2017 ഈ 2017 ഇന്ന് MBS എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാൻ എന്ന
ക്രൗൺ പ്രിൻസ്, അദ്ദേഹം പൂർണ്ണ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത്ര അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പുണ്ടായ സംഘർഷങ്ങളെയൊക്കെ ഒന്ന് ഒതുക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒത്തിരി അഴിമതികൾ, പ്രശ്നങ്ങൾ, അതിൻ്റെയൊക്കെ മുൻനിരയിൽ നിന്ന ആളുകളെയെല്ലാം ഒന്ന് അമർച്ച ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രധാനികളായ ഒരു 200 ചില്ലുവാനം ആളുകളെ ഒറ്റ രാത്രി തടവിലാക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് ഈ ഹോട്ടലിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ്. ഈ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അവർക്ക് ഓരോരുത്തർക്കും കൊടുത്ത മുറി വിട്ട് പുറത്തിറങ്ങാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. പുറം ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു. വളരെ പ്രമാണികളായ ആളുകളുണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ ആളുകൾ വരെ ഉണ്ടായിരുന്നു. സിറ്റി ബാങ്കിൻ്റെയും ട്വിറ്ററിൻ്റെയും ഒക്കെ ഉടമസ്ഥാവകാശത്തിൽ ഷെയർ ഉണ്ടായിരുന്ന പ്രമാണിമാർ വരെ ഉണ്ടായിരുന്നു. കൂടാതെ അവിടുത്തെ നാഷണൽ ഗാർഡിൻ്റെ തലവനായിരുന്ന വളരെ സുപ്രധാനമായ പദവി വഹിച്ചിരുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ അടുത്തൊരു ഭരണാധികാരി ആവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കൊട്ടാരം വിപ്ലവങ്ങളെ ഒക്കെ തടയിടാനുള്ള ഒരു വലിയ ഒരു ആക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചത്. അത് അഴിമതിക്കെതിരെയായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് പുറത്ത് വിശേഷിപ്പിക്കപ്പെട്ടതെങ്കിലും ശരിക്കും അത് MBSൻ്റെ വഴി സുഗമമാക്കുന്നതിനുള്ള ഒരു നടപടിയായിരുന്നു. ഈ 3 മാസം ഇവരെ ഏകാന്തതയിൽ മാനസികമായ പ്രഷർ മുതൽ ശാരീരികമായ പ്രഷർ വരെ അനുഭവിക്കേണ്ടി വന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പല റിപ്പോർട്ടുകളും കാണുന്നത്. MBSൻ്റെ വ്യവസ്ഥകൾ എഗ്രി ചെയ്ത ആളുകൾ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ തടവറയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എഗ്രി ചെയ്യാത്ത പലരും പിന്നെ സാധാരണ ജയിലുകളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. പുറംലോകമറിയാത്ത വലിയൊരു കൊട്ടാര വിപ്ലവത്തിൻ്റെ ഒരു മൊനയൊടിച്ച ഒരു വലിയ സംഭവമായിരുന്നത്. അതിനുശേഷമാണ് MBS എന്ന മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തിൻ്റെ സർവ്വശക്തിയോടും കൂടി അദ്ദേഹത്തിൻ്റെ വിഷൻ 2030 എന്ന വലിയ ആശയങ്ങളുമൊക്കെ ആയിട്ട് വളരെ സ്വതന്ത്രമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള അവസരത്തിലേക്ക് വന്നതും അദ്ദേഹം ഒരു പൂർണ്ണതോതിൽ സൗദി അറേബ്യയുടെ ഭരണത്തിൽ ഇൻവോൾവ് ആകുന്ന സാഹചര്യത്തിലേക്ക് വന്നതും അതോടെ സൗദി അറേബ്യയുടെ മാറ്റങ്ങൾ ആരംഭിക്കുകയായിരുന്നു. സൗദി അറേബ്യ ഏറ്റവും ആധുനികമായ പുതിയ ചിന്തകളുള്ള, പുതിയ ആശയങ്ങളുള്ള, എന്നാൽ ഇസ്ലാമിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള മക്കയുടെയും മദീനയുടെയും കാര്യക്കാരൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളോടുകൂടിയുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറി. ഓരോ മാസവും അല്ലെ ഓരോ ദിവസവും പുതിയ പുതിയ ആശയങ്ങളിലേക്ക്, പുതിയ പുതിയ പരിഷ്കാരങ്ങളിലേക്ക് ഈ ഭരണാധികാരി ആ രാജ്യത്തെ മാറ്റുകയാണ്. വളരെ ക്രാന്തദർശിയായ, തൃഷ്ണാശാലിയായ, ആധുനിക ചിന്തയുള്ള ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. എനിക്ക് ഈ കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നിന്ന്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും നമ്മൾ പോകുന്നത് ഒരു കൊട്ടാരത്തിലേക്കാണ്. കിങ് അബ്ദുൾ അസീസ് 1930കളിൽ പണിയിപ്പിച്ച ഒരു കൊട്ടാരം. ഇവരുടെ പുരാതനമായ ദിരിയയിലെ കൊട്ടാരം കാണാൻ പറ്റിയില്ലെങ്കിൽ കിങ് അബ്ദുൾ അസീസിൻ്റെ ഒരു കൊട്ടാരം കാണണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് അവിടേക്ക് വണ്ടി വിടാൻ ഞാൻ നൗഷാദിനോട് പറഞ്ഞത്. മുറബ പാലസ് എന്ന് പറയുന്ന പാലസാണ് കാണാൻ പോകുന്നത്. ഈ മുറബ പാലസ് ഇപ്പോൾ ഒരു മ്യൂസിയം കൂടിയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിവിശാലമായൊരു പ്രദേശം, ഏതാണ്ട് 400 മീറ്റർ നീളവും 400 മീറ്റർ വീതിയുമുള്ള ഒരു വമ്പൻ കൊട്ടാരമാണത്. 1938-39 കാലത്തൊക്കെയാണ് ഇത് പണിയുന്നത്. അന്ന് അബ്ദുൾ അസീസാണ് സൗദിയുടെ ഭരണാധികാരി. സൗദിയെ ഏകീകരിച്ച, സൗദിയുടെ സൃഷ്ടാവ്, ആധുനിക ഇന്നത്തെ കാണുന്ന സൗദി അറേബ്യയുടെ പിതാവ് എന്ന് വേണേൽ പറയാവുന്ന കിങ് അബ്ദുൾ അസീസ്. ഈ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരബദ്ധം അവിടെയും പറ്റി. വൈകുന്നേരം ഇത് തുറക്കൂ. പകൽ സമയത്ത് ഈ മ്യൂസിയം കൊട്ടാരത്തിൽ അടച്ചു കിടക്കും. ഈ സൗദി അറേബ്യയിൽ മാത്രമല്ല, പല അറബി നാടുകളിലും, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ പകൽ സമയങ്ങളിൽ, അതും സമ്മറാണെങ്കിൽ, ഒരു സ്ഥാപനവും സാധാരണഗതി പ്രവർത്തിക്കില്ല. ഇത്തരം മ്യൂസിയങ്ങളും ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരെത്തുന്ന സ്ഥലങ്ങളും ഒക്കെ അടഞ്ഞു കിടക്കും. പയ്യെ ഒന്ന് വെയിലാറിക്കഴിഞ്ഞ് ഒരു 3 മണി 4 മണി കഴിയുമ്പോഴാണ് ഇത് പയ്യെ തുറക്കുക. ആ മ്യൂസിയത്തിനകത്തേക്ക് കയറാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അതിൻ്റെ ചുറ്റും നടന്ന് ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ഈ കൊട്ടാരം പണിയുന്ന കാലത്ത് സൗദി അറേബ്യയിൽ ഒരു അത്ഭുതമായിരുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ 1930കളിലൊക്കെ സൗദി അറേബ്യയും സൗദി അറേബ്യയുടെ ഉൾനാടുകൾ എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായ അവസ്ഥയിലായിരുന്നു. പ്രാകൃതം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുണ്ടായിരുന്ന അത്ര പോലും സൗകര്യങ്ങൾ ആ രാജ്യത്തുണ്ടായിരുന്നില്ല. ഒട്ടകങ്ങളെ മേച്ചും ആട് മേച്ചുമൊക്കെ നടക്കുന്ന പ്രാകൃത ഗ്രാമീണരായിരുന്നു ഉൾനാടുകളിലെല്ലാം ഉണ്ടായിരുന്നത്. റിയാദ് പോലുള്ള നഗരത്തിൽ പോലും നമ്മൾ നേരത്തെ കണ്ട തരത്തിലുള്ള മൺവീടുകളാണ്, കുഴമണ്ണ് കൊണ്ട് പണിത കെട്ടിടങ്ങളാണ്. നമ്മുടെ ബോംബെയൊക്കെ അല്ലെങ്കിൽ ചെന്നൈയൊക്കെ അക്കാലത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങളും ആധുനിക സൗകര്യങ്ങളും എല്ലാം വന്നൊരു നാടാണെന്ന് ഓർക്കണം. ഈ കൊട്ടാരം പണിയുമ്പോഴാണ് ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് ഒരു മോട്ടോർ വാഹനത്തിൽ കൊണ്ടുവരുന്നത്. അതുവരെ ഒട്ടക വണ്ടികളിൽ ഒട്ടകപ്പുറത്തും കൊണ്ടുവന്നിരുന്ന സാധനം ഈ കിങ് അബ്ദുൾ അസീസിൻ്റെ ഈ കൊട്ടാരം പണിയാൻ വേണ്ടിയിട്ടാണ്
ട്രക്കുകളിൽ അല്ലെ പിക്കപ്പുകൾ പോലുള്ള വാഹനങ്ങളിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ ഇറക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കെട്ടിടം പണിയുമ്പോഴാണ് ആദ്യമായിട്ട് ആ രാജ്യത്ത് തന്നെ ജനറേറ്റർ ഉപയോഗിക്കുന്നത്. ജനറേറ്റർ, വൈദ്യുതി ആദ്യമായിട്ട് വരുന്നത് ഈ കൊട്ടാരത്തിലാണ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആരാംകോ അന്നും ഉണ്ട്. ആരാംകോ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ സംയുക്തമായി നടത്തുന്ന വലിയൊരു സംരംഭം, വലിയൊരു പ്രസ്ഥാനമാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് ഈ ആരാംകോ. ഈ ആരാംകോ ഇവിടേക്ക് ഈ രാജാവുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടി ഒത്തിരി സംവിധാനങ്ങൾ അമേരിക്കയുടെ ടെക്നോളജി ആയിരുന്ന പല സാധനങ്ങളും ഇവർക്ക് കൊടുത്തു. അങ്ങനെ സൗദി അറേബ്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് ഫെസിലിറ്റി ഉണ്ടായത് ഈ കൊട്ടാരത്തിനകത്താണ്. പിന്നെ ഉണ്ടായിരുന്ന ഒത്തിരി കൗതുകങ്ങൾ. ഈ കൊട്ടാരമാണ് സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് വൈദ്യുതി വിളക്കുകൾ തെളിയുന്നത് ഈ കൊട്ടാരത്തിനകത്താണ് 1939. ഈ കൊട്ടാരത്തിലേക്കുള്ളൊരു പാതയാണ് ആ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന റോഡ്. അങ്ങനെ ഒത്തിരി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ, ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു കൊട്ടാരമാണ്. അതിൻ്റെ ഒരു ഭാഗത്തൊരു മോസ്കുണ്ട്. ഈ മോസ്കിനകത്ത് നമ്മൾ കയറുമ്പോൾ അത് വലിയൊരു 10,000 സ്ക്വയർ ഫീറ്റുള്ള വമ്പനൊരു മോസ്കാണ്. ഇത് കൊട്ടാരത്തിൻ്റെ ഭാഗമായ മോസ്കാണെങ്കിലും രാജാവ് കിങ് അബ്ദുൾ അസീസും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നപ്പോൾ പോലും ഇതിനകത്ത് പൊതുജനങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്തും കയറി. ആ മോസ്ക് മാത്രം തുറന്ന് കിടപ്പുണ്ടായിരുന്നു. അതിനകത്തും കയറി ഷൂട്ട് ചെയ്തു. പുറത്തിറങ്ങി നമ്മളിനി പോകുന്നത് ഇവിടുത്തെ ഏറ്റവും മോഡേൺ സ്ട്രീറ്റിലേക്കാണ്. ഏറ്റവും ആധുനികമായ റിയാദിൻ്റെ നഗരഭാഗത്തേക്ക് പോവുകയാണ്. അങ്ങോട്ട് പോകുന്നതിനിടയ്ക്ക് നൗഷാദ് പറഞ്ഞു, നമ്മൾ കുറച്ച് മുമ്പ് ഒരു കഥ പറഞ്ഞില്ലേ, മലയാളികളുടെ നൊസ്റ്റാൾജിയുടെ, മലയാളികളുടെ പ്രവാസികളുടെ ഒരു നാടിനെക്കുറിച്ചുള്ള വേദനകളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് ചെലവഴിച്ച നാളുകളുടെയൊക്കെ കഥ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമുണ്ട് ഇവിടെ. അവിടേക്കൊന്ന് പോയാലോ? ഞാൻ പറഞ്ഞു പോകണം, അതാണ് നമുക്ക് കാണേണ്ടത്. ഒരു കാലത്ത്, അതായത് 60കളിൽ 70കളിൽ 80കളിൽ 90കളുടെ ഒരു അവസാനമൊക്കെ വരെ ഈ മൊബൈൽ ഫോണും ടെലഫോൺ സംവിധാനവും ഒക്കെ നാട്ടിലും അവിടെയും ഒക്കെ സാർവത്രികമാകുന്നിടം വരെ മനുഷ്യർ ജോലി കഴിഞ്ഞ്, പകലത്തെ അധ്വാനം കഴിഞ്ഞ് വൈകുന്നേരം പുറത്തേക്കിറങ്ങും. അവരൊത്തുചേർന്നിരുന്ന ഒരു സ്ഥലമാണ് ബത്ത. അന്നത്തെ 80കളിലെയൊക്കെ ഈ റിയാദിൻ്റെ ഒരു പ്രധാന ഭാഗം, ഡൗൺ ടൗൺ ഏരിയ എന്ന് വേണേൽ പറയാവുന്ന പ്രധാന കച്ചവട കേന്ദ്രം അവിടെ ആയിരുന്നു. അവിടെ നിരവധി ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ ഒക്കെ ഉണ്ട്. മലയാളി ചായക്കടകൾ വരെ, റെസ്റ്റോറൻറ്റുകൾ വരെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഷോപ്പിങ്ങിന് വേണ്ടി, നാട്ടിലേക്ക് പോകുന്ന ഒരു സാധനങ്ങൾ വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ വരുന്നൊരു സ്ഥലം. കൂടാതെ ഇവിടെ പലയിടത്തും സാധാരണ തൊഴിലാളികളായി ജോലി ചെയ്ത പലർക്കും സ്വന്തമായൊരു അഡ്രസ്സൊന്നും ഉണ്ടാവില്ല. ലേബർ ക്യാമ്പിലെ ഏതോ ഒരു കട്ടിലിൻ്റെ ഒരു ഭാഗത്തൊക്കെ കിടന്നുറങ്ങിയിരുന്നൊരു കാലമുണ്ട്. അന്ന് ഈ ബത്ത ഏരിയയിലെ ഏതെങ്കിലും ഒരു കടയുടെ വിലാസത്തിലായിരിക്കും ഇവരുടെയൊക്കെ കത്ത് വരിക. അപ്പോൾ ഓരോ ദിവസവും ജോലി കഴിഞ്ഞിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇവരുടെ വരും, വീട്ടിൽ നിന്നൊരു കത്ത് വന്നിട്ടുണ്ടോയെന്നറിയാൻ, കഴിഞ്ഞ ദിവസം അയച്ച ആ കത്തിനൊരു മറുപടി വന്നിട്ടുണ്ടോയെന്നറിയാൻ. അവിടെ വന്ന് അന്വേഷിക്കും, അന്ന് വന്നിട്ടുണ്ടാവില്ല. നിരാശയോടെ അങ്ങനെ നിൽക്കും. ഇങ്ങനെ വരുന്ന നിരവധി മലയാളികൾ, കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ളവർ, അങ്ങനെ ഒത്തുകൂടുന്നവരിൽ ഓരോ പ്രാദേശത്തു നിന്നുള്ളവർ ഒന്നിച്ചു ചേർന്ന് അവിടെ നിന്ന് ആ നാടിൻ്റെ കഥകൾ, വീടിൻ്റെ വിശേഷങ്ങൾ, വീട്ടിലെ പ്രാരാബ്ദങ്ങൾ, പ്രശ്നങ്ങൾ, വീട്ടിൽ പോകാനുള്ള സാധ്യതകളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യും. അന്ന് കിട്ടിയ കത്ത് പൊട്ടിച്ച് വായിക്കുമ്പോൾ വളരെ പ്രിയപ്പെട്ട ആരോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, അല്ലെ 2 ആഴ്ച മുമ്പ്, അല്ലെ 1 മാസം മുമ്പ് വേർപെട്ടു പോയി, മരിച്ചുപോയി എന്ന വാർത്ത അറിഞ്ഞ് ചങ്ക് തകർന്ന ആളുകൾ, പ്രിയപ്പെട്ടവരാരോ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണെന്നുള്ള കത്ത് വായിച്ച് വിങ്ങിപ്പൊട്ടുന്ന ആളുകൾ, ഇങ്ങനെ ജീവിത പ്രാരാബ്ദത്തിൻ്റെ, സങ്കടത്തിൻ്റെ ഒരു കെട്ടഴിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ബത്ത. ആശ്വസിപ്പിക്കാനും മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ബത്ത ഏരിയ. ആ സ്ട്രീറ്റിലൂടെ ഞാൻ 2 or 3 തവണ കാർ ഓടിക്കാൻ പറഞ്ഞു. കാരണം അതെനിക്ക് പകർത്തണം. ആ കാലഘട്ടം എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. 80കളിലെ ഒരു ഗൾഫ് കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ. ഇവിടുന്നൊക്കെ എത്രയോ ആളുകൾ അയച്ച കത്തുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ടെലഗ്രാമുകൾ അവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയോ സങ്കടങ്ങൾ, ചെറിയ സന്തോഷങ്ങൾ, വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കല്യാണം നിശ്ചയിച്ചതിൻ്റെ ഒക്കെ സന്തോഷത്തിൻ്റെ വാർത്തകൾ അവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ നാട്ടിലേക്ക് പോകാൻ ഒരാൾ ഒരുങ്ങുമ്പോൾ ഇവിടെ വന്നു ചേർന്നാണ് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുക. അപ്പം കൂട്ടുകാർ എൻ്റെ വീട്ടിലേക്കും കൂടി ഇതൊന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന ചെറിയ ചെറിയ പൊതികൾ. നാട്ടിൽ നിന്നൊരു തിരിച്ചു വരുന്നവൻ കൂട്ടുകാർക്കായി അവരുടെ ബന്ധുക്കൾ കൊടുത്തുവിട്ട സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥലങ്ങൾ. ഇങ്ങനെ എന്തെല്ലാം കഥകൾ കണ്ട, ജീവിതങ്ങൾ കണ്ട ഒരു പ്രദേശമാണെന്നറിയാം ഈ ബത്ത. ഈ ബത്തയിലൂടെ നമ്മൾ വെറുതെ അങ്ങ് പോയാൽ പോരാ. 70കളിലെയും 80കളിലെയും മലയാളിയുടെ പ്രവാസി ജീവിതത്തിൻ്റെ ദൃശ്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വേണം. ഇത് ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് പോയത്. കാരണം എൻ്റെ ബാല്യകാലത്തും നാട്ടിൽ പ്രവാസികളുണ്ട്, അവരുടെ വരവുണ്ട്, അവരുടെ മടങ്ങിപ്പോക്കുണ്ട്, അവരുടെ കത്തുകൾ വരാറുണ്ട്, അതിലെ വിശേഷങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ
ആ കഥകളും ആ കാലഘട്ടവും അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബത്ത അല്ലെങ്കിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ റിയാദ് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ മനക്കണ്ണിൽ കണ്ടു. ഏതാണ്ട് അതിനോടൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇന്നും അവിടെ. വലിയ മാറ്റങ്ങളൊന്നും ബത്തയെ വന്നിട്ടില്ല. അവിടെ പാരഗൺ പോലുള്ള മലയാളി റെസ്റ്റോറൻറ്റുകൾ ഇപ്പോഴും ഉണ്ട്. മലയാളികളുടെ പല റെസ്റ്റോറൻറ്റുകളുണ്ട്, പലതരം പീടികകളുണ്ട്. ഇന്നും അത് ഏതാണ്ട് അതുപോലെയൊക്കെയുണ്ട്. അങ്ങനെ ഈ ബത്തയുടെ പ്രധാന തെരുവുകളിലൂടെ 2-3 തവണ നൗഷാദ് വണ്ടി ഓടിച്ചു. ഞാൻ അതിൻ്റെ ഓരോ കാഴ്ചയും പകർത്തിയെടുത്തുകൊണ്ടിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ കിങ് ഫഹദ് റോഡിലേക്ക് പോവുകയാണ്. കിങ് ഫഹദ് റോഡ് ഇന്ന് ഈ ബത്ത പോലെയല്ല, ഏറ്റവും ആധുനികമായ ദുബായിലെ പ്രധാന ഡൗൺ ടൗൺ ഏരിയ പോലെ വളർന്ന് വികസിച്ച ഒരു നഗരഭാവം. ആകാശത്തിലേക്ക് ആധുനികമായ കെട്ടിടങ്ങൾ പണിത് വെച്ചിരിക്കുന്ന ഒരു ഗംഭീരമായ സ്ട്രീറ്റ്. ഫൈസലിയ ടവർ, അത് ഏതാണ്ട് 250 മീറ്ററിലേറെ ഉയരത്തിൽ ആകാശത്തേക്ക് നിൽക്കുന്ന, മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും കൂർത്ത് വരുന്ന ഒരു ഗോപുരമാണ്. ആ കൂർത്ത് വരുന്നതിൻ്റെ ഏറ്റവും മുകളിലല്ല, അതിന് തൊട്ട് താഴെയായിട്ടൊരു ഗോളമുണ്ട്. ആ ഗോളത്തിനകത്തൊരു റെസ്റ്റോറൻ്റാണ് പ്രവർത്തിക്കുന്നത്. 2000 ആണ്ടിൽ പണി പൂർത്തിയായ കെട്ടിടമാണ്. അക്കാലത്ത് എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യയിൽ ഏറ്റവും ഉയരമുള്ള കെട്ടിടം അതായിരുന്നു. അന്നതൊരു ലാൻഡ്മാർക്കായിരുന്നു. അന്നത് സൗദിക്കാരുടെ, റിയാദുകാരുടെ ഒരു അത്ഭുതം, അഭിമാനം ഒക്കെ ആയിരുന്നു ആ കെട്ടിടം. കുറേ കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ഈ കിങ്ഡം ടവർ. ഈ കിങ്ഡം ടവർ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദൃശ്യങ്ങളിൽ. മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ കെട്ടിടം ഇങ്ങനെ 2 പിളർപ്പായിട്ട് പോകും. എന്നിട്ട് ഈ 2 പിളർപ്പിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു പാലമുണ്ട്. സ്കൈ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്കൈ ബ്രിഡ്ജ് വരെ ആളുകൾക്ക് കയറിപ്പോവാം. അത് ഒരു കാഴ്ചയാണ് അതിൻ്റെ മുകളിൽ നിന്ന്. ഞാൻ തീരുമാനിച്ചു അതിൻ്റെ മുകളിലൊന്ന് കയറാം. അതിൻ്റെ മുകളിൽ നിന്ന് ആധുനിക റിയാദിൻ്റെ, ഈ മാറിയ റിയാദിൻ്റെ ആ പ്രൗഢഗംഭീരമായ കാഴ്ച ഒന്ന് പകർത്തിയെടുക്കണം. അപ്പോൾ നൗഷാദ് അങ്ങോട്ട് വണ്ടി വിട്ടു, പാർക്കിങ്ങിൽ വണ്ടി കൊണ്ടുപോയിട്ടു. അത് കഴിഞ്ഞ് ഏതാണ്ട് 10-60 റിയാലോ മറ്റോ കൊടുക്കണം, 60-70 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് ഈ സ്കൈ ബ്രിഡ്ജിലേക്ക് കയറാം. അപ്പോൾ ആദ്യത്തെ കുറേ നിലകൾ മുഴുവൻ മാളുകളാണ്, വമ്പൻ മാളുകളാണ്. പക്ഷേ ഞാൻ ആ ചെല്ലുന്ന ദിവസങ്ങളിൽ അധികം ആളുണ്ടായിരുന്നില്ല. പകൽ സമയം ആയതുകൊണ്ടായിരിക്കാം, വൈകുന്നേരം കുറച്ച് കൂടുതൽ ആളുകൾ വരുമായിരിക്കാം. അവിടുന്ന് ലിഫ്റ്റിൽ കയറി ഞങ്ങൾ മുകളിലെത്തുന്നു. ഈ ബ്രിഡ്ജിൽ കയറി കഴിയുമ്പോൾ 2 വശവും ഗ്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ 2 വശവും ഭംഗിയായിട്ട് കാണാം. അവിടുന്ന് എങ്ങനെ നോക്കുമ്പോൾ താഴെ അങ്ങ് അകലെ നമ്മൾ മുമ്പേ കണ്ട ഫൈസലിയ ടവറുണ്ട്, മറ്റു പല കെട്ടിടങ്ങളുണ്ട്. അവിടെ പല നിരകളായി ആധുനികമായ പാതകളിങ്ങനെ പോകുന്നു. ആ ദൃശ്യങ്ങളെല്ലാം പകർത്തിയെടുത്തു. സൺസെറ്റും കൂടെ ഒന്ന് കിട്ടണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സന്ധ്യയാകുവോളം ആ ടവറിൻ്റെ മുകളിൽ ചെലവഴിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഡേവിഡ് ലൂക്ക് എന്ന് പറയുന്ന, ഞങ്ങൾ ഡേവിഡ് അങ്കിൾ എന്ന് വിളിക്കുന്ന ആളുടെ ഫോണാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഡിന്നർ നമുക്ക് കഴിക്കുന്നത് എവിടെയാണ്, അതാണ് പുള്ളിക്ക് അറിയേണ്ടത്. ഇന്ന് എനിക്ക് ഡിന്നർ തരണം മൂപ്പർക്ക്. അപ്പം ഞാൻ പറഞ്ഞു, എവിടെയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒരു സൗദി ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ നല്ലത്. ഒരു സൗദി അറേബ്യയുടെ ഒരു പാരമ്പര്യം ഫീൽ ചെയ്യുന്നൊരു സ്ഥലമായിരിക്കണം. എനിക്ക് വെസ്റ്റേൺ ഫുഡോ മലയാളി ഫുഡോ ഒന്നും വൈകിട്ട് വേണ്ട. വൈകിട്ട് വേണ്ടത് ട്രഡീഷണൽ സൗദി ഭക്ഷണം. പുള്ളി പറഞ്ഞു, ശരി, ഏതായാലും ഞാൻ നൗഷാദിനെ വിളിച്ച് സ്ഥലം പറഞ്ഞേക്കാം, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഈ സ്ട്രീറ്റിലൂടെ 2 സ്ട്രീറ്റിലൂടെയും പലതവണ സഞ്ചരിച്ചു. ഫൈസലിയ ടവറിൻ്റെ ചുവട്ടിൽ നിന്ന് വീണ്ടും അതിൻ്റെ കുറേ ദൃശ്യങ്ങൾ പകർത്തി. അപ്പോൾ ഈ നഗരം ഇരുണ്ട് വരികയും കെട്ടിടങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യുന്ന കാഴ്ചയുണ്ട്. കെട്ടിടങ്ങളെ ഇലക്ട്രിക് ലൈറ്റുകളെല്ലാം തെളിഞ്ഞ ആധുനികമായ നഗരത്തിൻ്റെ പളപളപ്പിലേക്ക് റിയാദ് മാറുന്നൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ അപ്പോഴത്തേക്കും അടുത്ത ഫോൺ വന്നു. എവിടെയാണ് നമ്മൾ കണ്ടുമുട്ടേണ്ടതെന്ന് പറഞ്ഞു. നൗഷാദിന് സ്ഥലം പിടികിട്ടി. പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു കാഴ്ചയും കൂടിയുണ്ട്. നൗഷാദ് പറഞ്ഞു, നമുക്ക് അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാം. ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം? പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും വലിയ ഈന്തപ്പഴ ചന്തയുണ്ട്, ഡേറ്റ്സ് മാർക്കറ്റ്, അതൊന്ന് കാണണ്ടേ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും കാണണം, കാരണം അവിടെ വൈകുന്നേരം ഇത് തുറക്കുകയുള്ളൂ, പാതിരാത്രി വരെ തുറന്നിരിക്കും. ഈ സൗദി അറേബ്യയിൽ ഉണ്ടാകുന്ന ഏതാണ്ട് 400 ഇനം ഡേറ്റ്സ് വിൽക്കാൻ കൊണ്ടു നിൽക്കുന്ന സ്ഥലമാണത്. അങ്ങോട്ട് വിടാൻ പറഞ്ഞു. അങ്ങോട്ട് പോയി. വളരെ വിശാലമായൊരു സ്ഥലം, ഒരു ചന്തക്കെട്ടിടമല്ല, ഒരു വലിയ വെളിമ്പറമ്പ്, അതിന് ചുറ്റും കുറേ കെട്ടിടങ്ങൾ. ഈ കെട്ടിടങ്ങളിലെല്ലാം 100 കണക്കിന് കടകൾ. ഈ കടകൾ ഓരോന്നും പലയിനം ഡേറ്റ്സാണ് വിൽക്കുന്നത്. നമ്മളങ്ങ് കയറി ചെല്ലുമ്പോഴത്തേക്കും അറബി വേഷം ധരിച്ച് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ക്യാമറയായിട്ടല്ലേ, ഭയങ്കര ആഹ്ലാദത്തോടെ അവർ സ്വീകരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും മത്സരിച്ച് നമ്മുടെ മുമ്പിലേക്ക് ഈ ഡേറ്റ്സിൻ്റെ പല ഇനങ്ങളിങ്ങനെ സാമ്പിൾ നീട്ടുകയാണ്. അത് ഈ സൗദി അറേബ്യയുടെ തന്നെ പല ഭൂഭാഗങ്ങളിലുണ്ടാകുന്നുണ്ട്. പല തരത്തിലുള്ളതുണ്ട്, പല നിറത്തിലുള്ളതുണ്ട്, പല രുചിയിലുള്ളതുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഓരോ സാമ്പിൾ കഴിച്ച് അവിടുന്ന് ഇറങ്ങാറാകുമ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ വയറ് നിറഞ്ഞു. എനിക്കിനി അത്താഴം കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തി. അവിടുന്ന് യാത്രയാവുകയാണ്. അപ്പോൾ ഞാൻ നൗഷാദിനോട് ചോദിച്ചു, ഇത് എവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്?
അപ്പോൾ നൗഷാദ് പറഞ്ഞു നജദ് വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ നജദ് വില്ലേജ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ്. ഞാൻ ചോദിച്ചത് വില്ലേജ് എന്ന് പേര് വരാൻ കാര്യം എന്താ? അതവിടെ ചെല്ലുമ്പോൾ കണ്ടു, അതൊരു ഗംഭീര സ്ഥലമാണ്. പഴയ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു അറേബ്യൻ കൊട്ടാരക്കെട്ട് പോലെയാണ് അത് പണിതിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മണ്ണ് കൊണ്ട് പണിത ആ ട്രഡീഷണൽ അറബി ശൈലിയിൽ പണിത ഒരു കൊട്ടാരം എങ്ങനെയിരിക്കും അങ്ങനെ പണിതിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ ചിട്ടകളും അവിടുത്തെ ഭക്ഷണം വിളമ്പുന്ന രീതിയും അവിടുത്തെ ഭക്ഷണവും അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സംവിധാനവും എല്ലാം ഈ ട്രഡീഷണൽ അറബി രീതിയിലാണ്. ഞങ്ങളങ്ങ് കയറി ചെല്ലുമ്പോൾ ഡേവിഡ് അങ്കിളും ഡോക്ടർ ജയചന്ദ്രനും പിന്നെ 1-2 മലയാളികളും ഒക്കെ ആ കൂടെയുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ഈ ഒരു 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 റിസപ്ഷൻ ഏരിയയിലേക്ക് ചെല്ലുന്നു. അവിടെ ഈ വരുന്ന ആളുകളെ മുഴുവൻ സ്വീകരിക്കുന്ന ഇങ്ങനെ കാപ്പി കൊടുത്തിട്ടാണ്, ഈ കാവ കൊടുത്തിട്ടാണ്. ഇവരിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഈ കെട്ടിടം മൊത്തം ഒന്ന് കാണട്ടെ. അങ്ങനെ നടക്കുമ്പോൾ വലിയ നടുമുറ്റം പോലൊരു ഭാഗമുണ്ട്. അതിന് ചുറ്റോട് ചുറ്റും കെട്ടിടമാണ്. 3 നിലയോ മറ്റോ ഉണ്ടത്. ഈ നടുമുറ്റത്ത് നിൽക്കുമ്പോൾ ഈ 3 നിലകൾ നമുക്ക് കാണാം. അവിടെ അതെല്ലാം ഈ പറഞ്ഞ ട്രഡീഷണൽ ശൈലിയിൽ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയ കെട്ടിടമാണ്. ഞാൻ മുകളിലത്തെ നിലകളിലേക്കൂടെ ചെല്ലുന്നു. അവിടെയൊക്കെ ഓരോരോ കള്ളികൾ തിരിച്ചിരിക്കുക, ഓരോ ചെറിയ ചെറിയ മുറികളാണ്. ഈ ഓരോ മുറികളിലും നിലത്ത് പടിഞ്ഞിരുന്ന് നിലത്തിട്ട കുഷ്യനുകളിൽ മെത്തകളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പല സംഘങ്ങളുണ്ട്. കുടുംബാംഗങ്ങളായിട്ട് വന്നവർ, സുഹൃത്തുക്കളുടെ സംഘങ്ങളൊക്കെ. അങ്ങനെ ഞാനിതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കിരിക്കാനുള്ള സ്ഥലമൊക്കെ റെഡിയായി വരാൻ പറഞ്ഞിട്ട് എന്നെ വന്ന് നൗഷാദ് വിളിച്ചു. ഞാൻ താഴേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ബാക്കി എല്ലാവരും ആ ഒരു വലിയ ഒരു സദസ്സ് പോലെ ഇരിക്കുന്നുണ്ട്. ഞാനും ഇരുന്നു. അപ്പോൾ ഭക്ഷണങ്ങൾ വരാനുള്ളൊരു സമയമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ അടുക്കള എവിടെയാണ്, എനിക്ക് അടുക്കളയൊന്നും കണ്ടാക്കൊള്ളാം. ഒരു ജോലിക്കാരൻ എന്നെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാന ഷെഫ് ഒരു പാകിസ്ഥാൻകാരനാണ്, മുഹമ്മദ് എന്നാണ് പേര്. അവിടെ കുബൂസ് ചുട്ടുകൊണ്ടിരിക്കുക. ഈ കുബൂസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, സാധാരണ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ളവർക്ക് അവിടെയൊക്കെ ജോലി ചെയ്തവർക്കൊക്കെ നന്നായിട്ടറിയാം. ഒരുതരം റൊട്ടി, നമ്മുടെ കനമുള്ള ഒരു റൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഉണ്ടാക്കുന്നത് രസകരമായ രീതിയിലാണ്. പരത്തിയിട്ട് അത് ഒരു യന്ത്രം അതിൻ്റെ മുകളിൽ കൂടി ഓടിക്കും, ഒരു ഉപകരണം. അപ്പോൾ ഇതേ മുഴുവൻ തുള വീഴും. ഈ തുള വീണ ഈ മാവ്, പരത്തിയെടുത്ത ഈ മാവിനെ ഒരു ചെറിയ തലയണ പോലത്തെ ഒരെണ്ണത്തിലേക്ക് വെക്കും. എന്നിട്ട് ഈ തലയണ ഈ തന്തൂർ അടുപ്പിനകത്തേക്ക് അതിങ്ങനെ ഒട്ടിക്കും, അതിൻ്റെ ചുവരുകളിൽ. അത് അവിടെ ഇരുന്ന് വേകും. അടിയിൽ ഈ കുടത്തിൻ്റെ അകത്ത്, അല്ലെങ്കിൽ തന്തൂർ അടുപ്പ് എന്ന് പറയുന്ന വലിയൊരു കുടവാണ്, ഉരുണ്ട ഒരു കുടം. അതിന് മുകൾ മാത്രം തുറന്നിട്ടാണ്, അതിനകത്തൂടെ പാതി തലയകത്തേക്ക് ഇട്ടിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഏറ്റവും താഴെ തീ കത്തിക്കൊണ്ടിരിക്കുക. പണ്ട് കനലടുപ്പായിരുന്നത്, കനലായിരുന്നു. ഇപ്പം ഗ്യാസാണ്. ഗ്യാസ് ആയതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇത് ചൂടൊക്കെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അത് വെന്ത് വരുന്നത് നമുക്ക് കാണാം. വെന്ത് വരുന്നതനുസരിച്ച് ഒരു കൊളുത്തുകൊണ്ട് അതിങ്ങനെ പറിച്ചെടുക്കും. അങ്ങനെ ഇത് ചുട്ടുകൊണ്ടിരിക്കുക. ഇതൊരു ഫാക്ടറി പോലെയാണ്. ഇങ്ങനെ ചുട്ടുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റിലും ഇങ്ങനെ കുബൂസ് ചുട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഷൂട്ട് ചെയ്തുമ്പോഴത്തേക്കും എന്നെ വീണ്ടും വന്ന് വിളിച്ചു. ഭക്ഷണമെല്ലാം വന്നു നമ്മുടെ. ഞാൻ ഓടിച്ചെന്നു. ചെല്ലുമ്പം വലിയൊരു സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. പല വിഭവങ്ങൾ, നിരവധി വിഭവങ്ങളുണ്ട്. ആദ്യം ഓരോരോ സാധനങ്ങൾ വരുന്നു, അത് വിളമ്പുന്നു, അത് കഴിക്കുന്നു. പിന്നെ പ്രധാന വിഭവത്തിലേക്ക് എത്തുന്നു. അതിനകത്ത് ചിക്കൻ, മട്ടൻ, ബീഫ് ഇതെല്ലാം ചേർന്ന വിഭവങ്ങളുടെ വൈവിധ്യം. അതെല്ലാം ഗ്രില്ല് ചെയ്തതാണ്, കനലിൽ ചുട്ടെടുത്തതാണ്. വറക്കുന്ന പരിപാടി അവിടെ ഇല്ലല്ലോ. കനലിൽ ചുട്ട വിഭവങ്ങൾ, ഏതാണ്ട് ഒരു 15 വിഭവങ്ങളുള്ള വില്ലേജ് സോഫ്ര എന്ന് പറയുന്ന ഒരു വിനമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ആസ്വാദ്യമായ അതിഗംഭീരമായ ഒരു അത്താഴമായിരുന്നത്. ഇവിടെ ഈ സൗദി അറേബ്യയിലും ഈ അറബി നാടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്തറിയോ, ഈ സാഹോദര്യം, ഈ ബന്ധങ്ങളുടെ ഊഷ്മളത, ഇതെല്ലാം പ്രകടിപ്പിക്കുന്നത് ഭക്ഷണമേശയ്ക്ക് ചുറ്റും, ഭക്ഷണത്തിന് ചുറ്റുമാണ്. നിലത്തിരുന്നിട്ടായിരിക്കും കഴിക്കുക. ഒരു പാത്രത്തിൽ നിന്നാണ് ഇവർ കഴിക്കുക. അത് ബിരിയാണി ആവട്ടെ, മന്തി ആവട്ടെ, ഇത്തരത്തിൽ കുബൂസ് ആവട്ടെ, അതിനുള്ള മാംസമാവട്ടെ, കറികളാവട്ടെ, ഇതെല്ലാം ഒരു പാത്രത്തിൽ മുമ്പിൽ കൊണ്ടു നോക്കും. എല്ലാവരും അതിൽ നിന്നെടുത്ത് കഴിക്കും. പലപ്പോഴും നമ്മളുടെ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് ഒരാളുടെ പാത്രത്തിൽ നിന്ന്, ഒരു പാത്രത്തിൽ നിന്ന് എല്ലാവരും കഴിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത സ്നേഹമുണ്ട്, സ്നേഹപ്രകടനമുണ്ട്, ആത്മാർത്ഥതയുണ്ട്. അഗാധമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് ആളുകളെ നയിക്കുന്നൊരു പ്രവൃത്തിയാണത്. അത് നമ്മൾ സൗദി അറേബ്യയിലൂടെയും ഈ ഗൾഫ് നാടുകളിലൂടെയും അറബി നാടുകളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും ഇത്തരം ഏതാനും സ്ഥലങ്ങളിൽ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഞാൻ അത്തരത്തിൽ നിരവധി ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഹൃദ്യമായി, ഏറ്റവും സ്നേഹത്തോടെ അതിഥികളെ സൽക്കരിക്കുന്ന ഒരു ജനവിഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അറബികളാണെന്ന് പറയും. അതിഗംഭീരമായ സദ്യ ആസ്വദിച്ച് ഞങ്ങൾ രാത്രി ഏറെ വൈകി അവിടെ നിന്ന് മടങ്ങി. Saudi Arabia, United Arab Emirates,
കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം. ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.